الرحيم الحمد لله رب العالمين مالك يوم الدين إياك نعبد وإياك نستعين. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇന്ന് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. റംസാൻ 29 ദിവസം പൂർത്തിയാക്കിയാണ് കേരളത്തിൽ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. വ്യാഴാഴ്ച ശവ്വാൽ മാസപ്പിറ ദൃശ്യമായതോടെയാണ് വെള്ളിയാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ നാടൊരുങ്ങിയത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. ഒരു മാസക്കാലത്തെ ആത്മീയ വ്രതശുദ്ധിയോടെ എത്തിച്ചേർന്ന ചെറിയ പെരുന്നാൾ സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും സന്ദേശം ലോകത്തിനാകെ കൈമാറി. വിശപ്പറിയുന്നവന്റെ നോവും വാക്കിനും പ്രവൃത്തിക്കും നൽകിയ ജാഗ്രതയും കൂടിച്ചേർന്ന മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്തതിൻ്റെ ആത്മീയ സംഗമമാണ് ഈദുൽ ഫിത്തർ. ഏവർക്കും ഈദ് മുബാറക് തഖബ്ബലല്ലാഹു മിന്ന വമിൻകും സ്വാലിഹൽ അമാൽ. ഒരു മാസക്കാലത്തെ റമളാൻ നോമ്പിന് ശേഷം വിശ്വാസികളെല്ലാം ഇന്ന് പെരുന്നാളിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിലും ലോകത്ത് പല ഭാഗങ്ങളിലുമായിട്ട് യുദ്ധഭീതിയും കൂടി ഒരു ഭാഗത്ത് പ്രയാസപ്പെടുത്തുകയാണ്. അവരെ ഓർത്തുകൊണ്ടാണ് ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. യുദ്ധമുറിവുകൾ വലുതാണ്. അതുകൊണ്ട് ഭീതിപ്പെടുന്നതും പ്രയാസപ്പെടുന്നതും ഒരു സമൂഹമുണ്ട് എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് അവർക്കൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. ചെറിയ കുഞ്ഞുമക്കളൊക്കെ കൊല്ലപ്പെടുന്ന പ്രയാസപ്പെട്ടു പോകുന്ന സാഹചര്യം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മുടെ മനമുരുകി ദുആ ചെയ്യുന്ന രീതിയിലാവണം ഈദ് ആഘോഷിക്കേണ്ടത്. എല്ലാവർക്കും സന്തോഷം നൽകുന്ന രീതിയിലാവട്ടെ ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷം. അതോടൊപ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ നമ്മുടെ ആഘോഷങ്ങളാവണം. നമ്മളെ ആഘോഷഭാഗമാണ് കുടുംബത്തിലെ നമ്മൾ ഇതുവരെ ബന്ധങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കുക, പരിചയങ്ങൾ പുതുക്കുക, എല്ലാവരുമായി ഇടപെടുക, ആശംസകൾ കൈമാറുക. ഇതൊക്കെ പെരുന്നാളിൻ്റെ ഭാഗമാണ്. നാഥൻ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോകത്താകെ യുദ്ധത്തിന്റെ കെടുതികളെ അതിജീവിക്കുന്നവരുടെ വേദനകളിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഇത്തവണത്തെ ഓരോ ഈദ്ഗാഹുകളും ഉണർന്നത്. സമാധാനത്തിന്റെ പുതുപുലരിയിലേക്ക് ലോകം ഉണരണമെന്ന ഓർമ്മപ്പെടുത്തലുകൂടിയായിരുന്നു ഈ പെരുന്നാൾ. പയ്യന്നൂർ ടൗൺ പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പയ്യന്നൂർ ടൗൺ പള്ളി ഇമാം സുബൈർ ദാരിമി അൽ ഖാസിമി പടന്ന പെരുന്നാൾ സന്ദേശം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.